മാത്രം ബാക്കി നിൽക്കെ പരാജയ ഭീതിയിൽ പലതും ചെയ്തു കൂട്ടുകയാണ് ഇടതുപക്ഷം. നേരായ മാർഗത്തിലൂടെ വോട്ട് പിടിക്കാമെന്ന ചിന്തയിൽ 2 ആഴ്ചയോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബലം കണ്ടില്ല. കൊട്ടിക്കലാശ ദിനത്തിൽ പോലും LDFന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാധ്യമങ്ങൾ പോലും വിധി എഴുതി കഴിഞ്ഞു. പിന്നാലെ ചില തറവേലകളുമായി ഇടതുപക്ഷം രംഗത്തു വരുന്നുണ്ട്. അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഇത്തരം വേലകളോട് പ്രതികരിച്ചത്. ശാന്തകുമാറിനെ തോൽപ്പിക്കാൻ LDF മണ്ഡലത്തിൽ ചില ലഘുലേഖകൾ വിതരണം ചെയ്തു. LDF സ്ഥാനാർത്ഥി PG കണ്ണന് പരാജയ ഭീതി ഉണ്ടെന്നും CV ശാന്തകുമാർ പറഞ്ഞു. ഇല്ലാത്ത കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് നിയന്ത്രണം വിട്ട് UDF സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞത്. മാനസികമായ ആഘാതമുണ്ടാക്കിയ ഈ നോട്ടീസ് ഇറക്കിയവർ ഉത്തരവാദിത്തം പറയണം. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ലേ എന്നും സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. എന്നെ വ്യക്തിഹത്യ ചെയ്യുവാനും എന്നെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കിയതിനകത്ത് ഞാൻ ഒരിക്കലും പ്രതിയല്ല. ഞാൻ സത്യസന്ധമായി ഞാൻ പൊതുപ്രവർത്തന രംഗം നടത്തുന്നതാണ്. എന്നെ ഇവിടുത്തെ LDF പ്രവർത്തകർ എന്നെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എൻ്റെ ജീവൻ പോലും ഭീഷണിയിലാണ് നിൽക്കുന്നത്. എൻ്റെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് എനിക്ക് ആശ്രയം. ഇവിടുന്ന് മിക്കവാറും എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും കൊണ്ടുപോകുന്നത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കല്ലേലി അപ്പൂപ്പൻ സത്യമായിട്ടും ഞാൻ ഇങ്ങനൊരു കേസിൽ പ്രതിയല്ല. എനിക്കങ്ങനെ ആവാനും കഴിയത്തില്ല. പോലീസില്ല എന്റെ കേസ് അന്വേഷിക്കാൻ. ഇവിടെ നീതിന്യായ വ്യവസ്ഥയില്ല. ഞാനൊരു അഭിഭാഷകനാണ്. ഏത് സമയത്തും എന്നെ ഈ ഒരു വിവാദം മാത്രമാണ് എനിക്കെതിരെ കൊണ്ടുവരുന്നത്. ഞാൻ ഇപ്പോഴും പഞ്ചായത്ത് അംഗമാണ്. 3 മാസമായുള്ളൂ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? കളക്ടർ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് വന്നിരുന്നല്ലോ. അങ്ങ് രാത്രി ഇവിടെ സമരം നടത്തിയിരുന്നല്ലോ. ഇന്നലെ ഈ ആരോട് ചോദിച്ചല്ലോ ശാന്തകുമാറിന് എന്തെങ്കിലും കേസുണ്ടോന്ന്. ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക്. എന്റെ നോമിനേഷൻ തള്ളിക്കോ, എനിക്ക് കുഴപ്പമില്ല. ഒരു കേസിലും ഞാൻ പ്രതിയല്ല. എനിക്കങ്ങനെ കഴിയില്ല. എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യല്ലേ. എന്റെ അച്ഛൻ ഇല്ല, എന്റെ അമ്മ മാത്രമേ എനിക്കുള്ളൂ. കളക്ടർ ഇന്നലെ വന്നപ്പോ എന്താ പറഞ്ഞത്? കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായി അന്വേഷണം നടത്തണമെന്നാണ്. ഞാൻ എൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വക്കീൽ മാത്രമേ ഞാൻ എൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിലൊരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എൻ്റെ ഫയൽ ഇപ്പോഴും RDOയുടെ മുന്നിലുണ്ട്. നോട്ടീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രചരിപ്പിക്കുന്ന നോട്ടീസിൽ ഞാൻ പ്രതിയാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. തീർച്ചയായിട്ടും പരാജയ ഭീതി മൂലമാണ് പട്ടികജാതിക്കാരനായി എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനും ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇത് ഇവരുടെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഈ വിഷയത്തിൽ അംഗീകരിക്കുന്ന ആളാണ്. ഈ വിഷയത്തിൽ എവിടെയൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പോൾ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസിൽ ഒരു പേര് വെച്ചിട്ടുണ്ട്. ഇറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങിയോ, എനിക്ക് കുഴപ്പമില്ല. പേരില്ലാതെ എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത്? ജനങ്ങളുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത പ്രസിന്റെ പേരില്ല, പക്ഷെ ഒരു വ്യക്തിയുടെ പേര്. എന്നെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്ന്. ഞാൻ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല. ഞാൻ പന്തളം കോളേജിൽ പഠിച്ചതാണ്. 94-96 ബാച്ചിൽ പന്തളം കോളേജിലെ പ്രീ ഡിഗ്രി ബാച്ചിലാണ്. എൻ്റെ KSUവിൻ്റെ വിദ്യാർത്ഥി യൂണിയൻ ഞാൻ തുടങ്ങുന്ന അവിടെ നിന്നാണ്. എൻ്റെ കോന്നി ഉൾപ്പെടുന്ന എൻ്റെ റവന്യൂ ഡിവിഷൻ ഓഫീസ് ഈ RDO ഓഫീസാണ്. തുമ്പമണ്ണിൽ ജനിച്ചതാണ്. ഈ പഞ്ചായത്ത് ഈ നിയോജകമണ്ഡലത്തിലെ തുമ്പമണ്ണാണ് ഞാൻ ജനിച്ചത്. എന്നെ ഇങ്ങനെ തേജോവം ചെയ്തതിന്റെ പിന്നിലുള്ള ആൾക്കാരുണ്ട് ഒത്തിരിയേറെ. ഞാൻ അതെല്ലാം കളക്ടർ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കളക്ടർ അതിനകത്ത് നടപടിയെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരാളാണ്. ശാന്തകുമാർ, ആ നോട്ടീസിൽ ഒരാളുടെ പേരുണ്ട്, അതാരാണ്? ഞാനൊരു കേസിലും പ്രതിയല്ല. ഞാനൊരു കേസിലും നിലവിൽ എന്നെ ആരും ശിക്ഷിക്കുക, ഒരു കോടതി പോലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. നിലവിൽ എനിക്കൊരു കേസും ഇല്ല. ഇതിന്റെ പേരിൽ ഒരു FIR ഇല്ല. അത് അവരോട് തന്നെ പോയി ചോദിക്കുക. അവരോട് തന്നെ പോയി ചോദിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല.
താങ്കളുടെ പേരിൽ നേരത്തെ ഒരു FIR ഉണ്ടായിരുന്നു. എന്റെ പേരിൽ ഒരു FIR ഇല്ല. നിങ്ങൾ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചതിൽ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ മനഃപൂർവ്വം ആരോ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ഇവിടുത്തെ വികസനമല്ല ചോദിച്ചത്, എന്റെ പേരിൽ FIR ആയി. നിങ്ങൾ പോയി അന്വേഷിക്കുക, നിങ്ങൾക്ക് പറ്റുമല്ലോ. വിവരാശ പ്രകാരം നിങ്ങൾ FIR എടുക്കുക. ഞാൻ എന്റെ ഏത് കോടതിയെ ശിക്ഷിച്ചത് നിങ്ങൾ എടുക്കുക. ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, ഈ നിമിഷം പിൻവലിക്കാം. ഏതാണ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ, അവര് ശിക്ഷിച്ചിട്ട് അവരെ പേരിലെടുക്കട്ടെ നോട്ടീസ് ഇറക്ക്. LDF കൺവീനർ ഇറക്കുക, അല്ലെ സ്ഥാനാർത്ഥിയുടെ പേരിൽ ഇറക്കുക. സ്ഥാനാർത്ഥി ഇറക്ക് LDF സ്ഥാനാർത്ഥി ഇറക്ക്. ഇനി സമയമുണ്ടല്ലോ, ഇറക്ക്. പക്ഷേ അവർക്ക് ഈ നോട്ടീസിന് അത് പങ്കില്ല. ഉണ്ടെങ്കിൽ അവരുടെ പേരോ നോട്ടീസ് ഇവിടെ ഇന്നലെ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ ആരെയും ഇത് അന്വേഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇത് അന്വേഷിക്കണം തടഞ്ഞു. നമ്മൾ ആരെയും എതിർ പാർട്ടികൾ ആരും നമ്മൾ പറഞ്ഞില്ല. ഇത് അന്വേഷിക്കണം, സത്യസന്ധമായി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. LDF അല്ലേ ഭരിക്കുന്നത്? 10 വർഷം LDF അല്ലേ ഭരിക്കുന്നത്? അവർക്ക് ഇല്ലേ 10 വർഷമായില്ലേ? അവരെ തന്നെ ശിക്ഷിക്കാൻ ഞാനിപ്പോഴും എന്നെ ശിക്ഷ ഒരു കോടതി ശിക്ഷ അല്ല. ബഹുമാനപ്പെട്ട ചാനലുകാര്, ബഹുമാന മാധ്യമക്കാര്, ഒരു കോടതി ശിക്ഷിക്കുക ആൾക്ക് എൻറോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? വക്കീലായിട്ട് പറ്റുമോ? ഒരു വക്കാലത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ? ഒരു കോടതി ശിക്ഷിച്ച വക്കീലിന് പറ്റുമോ? അത് പറ്റുമോ? ഏതാ? ഞാൻ ജനങ്ങളുടെ ഒപ്പമാണ്. UDF-നൊപ്പമാണ്. എന്റെ വിലപ്പെട്ട സമയമാണ് ഇതിൽ കൂടി കളയുന്നത്. തീർച്ചയായും ഇതിനകത്ത് ഉണ്ടാകുന്ന മാനസികമായും ശാരീരികമായുള്ള ആഘാതത്തിന് ഇതിനെ നോട്ടീസ് ഇറക്കിയവർ ഉത്തരവാദിത്തം പറയണം. നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊരു അഭിഭാഷകനാണ്. തീർച്ചയായും നിയമപരമായി അവരും കൊണ്ടുവരും. ഇന്ന് ഇപ്പോൾ DYSP ഓഫീസിൽ വന്ന പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയവർക്കെതിരെ അതിന് നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ DYSP-ക്കെതിരെയും SHO-ക്കെതിരെയും പരാതി കൊടുക്കും. ഇന്ന് തന്നെ കൊടുക്കും. ഗോപകുമാറാണ് ഇതെല്ലാം പിന്നിൽ, അല്ല വേറെ ആരുമല്ല. CBI